മിസ് സാരംഗി വിശ്വനാഥൻ അവിടെ നിന്നേ. സാരംഗി പുറകിലേക്ക് നോക്കിയപ്പോൾ അവളെ തന്നെ നോക്കി കൈകെട്ടി നിൽക്കുന്ന ഐശ്വര്യയായിരുന്നു. അവൾ ഐശുവിനെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഐശു അവളെ പുച്ഛിച്ചു തള്ളി. ഐശു ഞാൻ അവൾ പറയാൻ ശ്രമിച്ചതും ഐശു കൈ ഉയർത്തി തടഞ്ഞു. വിശദീകരണം വേണമെന്നില്ല. തിരിച്ചു വന്നപ്പോൾ ഒരിക്കൽ ഒരു വട്ടമെങ്കിലും ഈ കളിക്കൂട്ടുകാരി ഒന്ന് കാണാൻ വരാമായിരുന്നു. അത്രയ്ക്ക് അന്യായോ സാരു ഞാൻ നിനക്ക്? പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ശബ്ദം ഇടറിയിരുന്നു. സാരംഗിയുടെ മിഴികളും ഈറനണിഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇന്ത്യയിലെ ലീഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനികളിലൊന്നായ ക്രിസ്റ്റൽ കൺസ്ട്രക്ഷൻസിൻ്റെ നിലവിലെ അവകാശി എന്താ ഇവിടെ വെറുമൊരു പിയുടെ റോളിൽ? അതിനവൾ പുച്ഛിച്ചൊന്ന് മുഖം തിരിച്ചു. എന്നിട്ട് ഐശുവിനെ വലിച്ചുകൊണ്ട് അടുത്തുള്ള ക്യാബിനിൽ കയറിപ്പോയി. വിട് സാരു, എന്താ നിന്റെ ഉദ്ദേശം? എല്ലാം അറിഞ്ഞിട്ടും എന്തിനാ ഐശു നീ? എന്നേക്കാൾ കൂടുതൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് നീയല്ലേ? ചിലരെ കൊണ്ട് കണക്ക് പറയിപ്പിക്കാൻ തന്നെയാണ് ഞാൻ തിരിച്ചു വന്നത്. നഷ്ടപ്പെട്ടതിന് പകരം തരാൻ കഴിയുമോ അവർക്കൊക്കെ? അവൾ പോലും അറിയാതെ വിതുമ്പിപ്പോയി. പാവമായിരുന്നില്ലേടി എൻ്റെ അച്ഛൻ. മക്കളുടെ നല്ല ജീവിതം സ്വപ്നം കണ്ട ആ മനുഷ്യൻ മകളുടെ വിവാഹം മുടങ്ങിയതിൽ പ്രാണവേദന അനുഭവിച്ചല്ലേടി ഈ ഭൂമി വിട്ടുപോയത്. ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിൽ നിറകണ്ണുകളോടെ നിന്ന ഒരു കല്യാണ പെണ്ണിൻ്റെ മുറിവേറ്റ മനസ്സിന് പരിഹാരം കാണാൻ കഴിയുമോ എന്നെ വേദനിപ്പിച്ചവർക്ക്? അവൾ തളർന്നിരുന്നു പോയി. എൻ്റെ താരമോൾ എന്തുമാത്രം സ്വപ്നം കണ്ടതാടി അവളുടെ പ്രണയത്തോടൊപ്പമുള്ള ജീവിതം. എല്ലാം നഷ്ടപ്പെട്ടില്ല എനിക്ക്. ചേച്ചിയുടെ ഭർത്താവാകാൻ പോകുന്ന ആളിൻ്റെ ലീലാവിലാസങ്ങൾ ഓഡിറ്റോറിയത്തിലെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്ന നിൽപ്പിൽ കുഴഞ്ഞു വീണ എൻ്റെ പാവം അച്ഛൻ. ആ മനുഷ്യൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമോ എനിക്ക്? ഇല്ല, സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം ഞാൻ. ഇനി അയാളുടെ ഉറക്കമില്ലാത്ത രാത്രികൾ തുടങ്ങാൻ പോവുകയാണ് ഐശു. സന്തോഷവും സമാധാനവും എന്താണെന്ന് ഇനി മിസ്റ്റർ അശ്വന്ത് ചന്ദ്രമോഹൻ അറിയില്ല. അവളുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ഐശു അവളുടെ തോളിൽ കൈവച്ച് അവളെ ഒന്ന് നോക്കി. കണ്ടതാണ് സത്യമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സാരു? നിന്റെ പ്രാണനായിരുന്നില്ലേ അച്ചേട്ടൻ? അച്ചേട്ടന് പറയാനുള്ളത് കൂടി കേട്ടൂടെ നിനക്ക്? ഒരു നാണയത്തിന് ഇരുവശങ്ങളുള്ളതുപോലെ അസത്യത്തിനും സത്യമെന്ന മറുവശം കൂടിയുണ്ട് സാരു. ഇന്ന് ആ മനുഷ്യൻ നീറി ജീവിക്കുന്നത് ഞാൻ കാണുന്നതാണ്. നിന്നെ മറന്ന് അച്ചേട്ടനൊരു ജീവിതം ഇല്ല സാരു. ഐശു പ്രതീക്ഷയോടെ അവളെ നോക്കി. മതി, നിർത്ത ഐശു. അവളുടെ ഒരു അച്ചുപുരാണം. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ അനുഭവിച്ച വേദന അയാളെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. പഴയ അച്ചുവേട്ടൻ എൻ്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ അയാളുടെ സാരുവല്ല. അവൾ എന്നേ മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞു. അവളോടൊപ്പം അവളുടെ പ്രണയവും. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രണയമല്ല, വെറുപ്പാണ്, പ്രതികാരമാണ്. ഒരു കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു പോയവളെ നിർവികാരതയോടെ ഐശു നോക്കി നിന്നു. ഇല്ല സാരു, നിന്റെ ഉള്ളിൽ ഇപ്പോൾ ആളിക്കൊണ്ടിരിക്കുന്ന തീ അണയ്ക്കാൻ അച്ചേട്ടന് മാത്രമേ കഴിയൂ. ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ പഴയ സാരുവിനെ. ഒരു പെൺകുട്ടി കാറിന് മുന്നിൽ പെട്ടെന്ന് ചാടിയതും മനു കാർ ബ്രേക്കിട്ട് നിർത്തി. ദേഷ്യത്തിൽ അവൻ കാറ് നിർത്തി ഇറങ്ങിയതും നെഞ്ചിൽ കൈവച്ച് കണ്ണടച്ച് ശ്വാസമെടുക്കുന്ന അവളെ കണ്ട് അറിയാതെ പെട്ടെന്ന് അവൻ ദേഷ്യത്തിൽ അവൾക്ക് നേരെ അലറി. എവിടെ നോക്കിയൊരു ചൂല നടക്കുന്നത്? നാട്ടിലോട്ടിലാണോ ഇതിൻ്റെ സർക്കസ്? പെട്ടെന്ന് അവൾ കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കി. അവളുടെ നിഷ്കളങ്കമായ മുഖം കാണുകെ അവൻ്റെ ഉള്ളിൽ തണുപ്പ് നിറയുന്നത് അവൻ അറിഞ്ഞു. എന്നാലും അത് മറയ്ക്കാൻ എന്ന വണ്ണം അവൻ പിന്നെയും അവൾക്ക് നേരെ ചീറി. നിനക്കെന്തടി ചെവിയേക്കില്ലേ തീപ്പെട്ടിക്കൊള്ളി? നിന്ന് വിതുമ്പുന്ന അവളോട് അവന് വല്ലാത്ത സഹതാപം തോന്നി. അവൾ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവൾ രണ്ട് കൈയും ചെവിയിൽ ചേർത്ത് സോറി പറയും പോലെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി. അവൾ പോയതും അവന് വല്ലാത്ത വിഷമം തോന്നി. അവളുടെ കാപ്പിക്കണ്ണുകൾ അവനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ചുണ്ടിൽ വിരിഞ്ഞൊരു കള്ളച്ചിരിയുമായി അവൻ കാറെടുത്ത് ഓഫീസിൽ പോയി. ഡ്രൈവ് ചെയ്യുമ്പോഴും അവൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. 11 മണിക്കായിരുന്നു പുതിയ ഇൻറ്റീരിയർ ഡിസൈനറുടെ ഇൻ്റർവ്യൂ നടക്കുന്നത്. മനുവാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. 2-3 പേര് വന്നെങ്കിലും അവരുടെയൊക്കെ പെർഫോമൽ അവന് നിരാശ തോന്നിയിരുന്നു. അവൻ ചെയറിൽ കണ്ണടച്ച് ആ കാപ്പിക്കണ്ണുകളെ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അടുത്തയാൾ നോക്ക് ചെയ്ത് അകത്തേക്ക് കയറി വന്നത്. അവൻ കണ്ണു തുറന്നു നോക്കിയതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൻ്റെ മുഖത്ത് അത്ഭുതവും സന്തോഷവും നിറഞ്ഞു. അവളും അവനെ കണ്ട് ചമ്മി നിന്നു. അവൻ മുഖത്ത് നിറഞ്ഞ സന്തോഷം നിയന്ത്രിച്ചു. ഗൗരവത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞു. ഞാൻ വരട്ടെ സർ? യെസ് സിറ്റ്. അവൻ മുന്നിലെ ചെയർ കാണിച്ച് അവളോട് ഇരിക്കാനായി പറഞ്ഞു. അവൾ CV-യും സർട്ടിഫിക്കറ്റ്സും അവനെ കാണിച്ചു. അവളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കണ്ട് അവൻ്റെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. താൻ RM അസോസിയേറ്റ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്?
അതെ സർ, 2 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഗുഡ്. സോ ഞാൻ ഇങ്ങനെ ഒരാളാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. യു ആർ സെലക്റ്റഡ്. അവൾ ചിരിച്ചുകൊണ്ട് അവനോട് താങ്ക്സ് പറഞ്ഞു. സർ, എന്നു മുതലാണ് ഞാൻ വരേണ്ടത്? നാളെ മുതൽ കയറിക്കോളൂ. താങ്ക് യു സർ. അവൾ പോകാൻ തുനിഞ്ഞതും അവൻ പുറകിൽ നിന്നും അവളെ വിളിച്ചു. അവൾ സംശയരൂപത്തിൽ അവനെ നോക്കി. രാവിലെ എന്തെങ്കിലും പറ്റിയോ? സോറിഡോ, ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ. അവൾ അതിനൊന്ന് ചിരിച്ചു. ഒന്ന് പേടിച്ചുപോയി. സാരമില്ല സർ, ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. അവൾ പോയ വഴിയെ അവനും നോക്കി നിന്നു. എന്നിട്ട് അവളുടെ CV-യിൽ എഴുതിയിരിക്കുന്ന അവളുടെ പേരിൽ വിരലോടിച്ചു. അലങ്കൃത അനിരുദ്ധ്, എൻ്റെ അല്ലൂസ്. പക്ഷെ നിമിഷ നേരം കൊണ്ട് അവൻ്റെ ചിരി മാഞ്ഞു. ഈ അനിരുദ്ധ ആരായിരിക്കും? ദൈവമേ, ഇനി പെണ്ണ് ബുക്കിംഗ് ആണോ? അവളുടെ പേഴ്സണൽ ഇൻഫോ എടുത്ത് അവൻ നോക്കി. ഫാദേഴ്സ് നെയിം അനിരുദ്ധ് മേനോൻ. ഓ, അവൻ നെഞ്ചിൽ കൈവച്ച് ശ്വാസം വിട്ടു. ഇനി എൻ്റെ പെണ്ണ് നീയായിരിക്കും പെണ്ണെ. അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. വൈകിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് അശ്വന്ത് സാരംഗിക്ക് വേണ്ടി കാത്തുനിന്നു. ഇവിടുത്തെ എവിടെ പോയി കിടക്കുമോ? കുറേ നേരമായി മനുഷ്യനോടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. കയ്യിലെ വാച്ചിലേക്കും ഓഫീസിനുള്ളിലേക്കും നോക്കിക്കൊണ്ട് അവൻ ധൃതി കൂട്ടി. ഏട്ടനെതിരെ പോയില്ലേ? കാറിൻ്റെ കീയും കറക്കിക്കൊണ്ട് മനു ഇറങ്ങി വന്നുകൊണ്ട് അച്ചുവിനെ നോക്കി ചോദിച്ചു. എങ്ങനെ പോകാൻ? അകത്തുനിന്നൊരു തമ്പുരാട്ടി എത്താനുണ്ടല്ലോ. മാഡത്തിനെയും കൊണ്ടല്ലാതെ വീട്ടിൽ കയറി പോരുന്നാണ് പോരാളിയുടെ ഓർഡർ. മനുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അല്ലാതെ ഏട്ടത്തിയോടൊപ്പം പോകാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ? അച്ചുവിനെ നോക്കി കണ്ണടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഡാ, നീ മേടിക്കും. അവൻ്റെ നേരെ കൈ ഒങ്ങിക്കൊണ്ട് അച്ചു പറഞ്ഞു. നിനക്ക് തോന്നുന്നുണ്ടോടാ അവളിനി പഴയതുപോലെ എൻ്റെ സാരു ആകുമെന്ന്? അത്ര പെട്ടെന്ന് കഴിഞ്ഞതല്ലേ അവൾ മറക്കുമോ? നിറഞ്ഞു വന്ന കണ്ണുകളെ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഏട്ടാ, എന്താ ഇത്? ആരെങ്കിലും കാണും? മനു പെട്ടെന്ന് അവൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. പറ്റുന്നില്ല മോനെ, ഒന്നും വേണ്ട. അവൾ നിന്നെ നോക്കിയാൽ മതി എനിക്ക്. ഇന്ന് നിഷ എന്നെ ഹഗ് ചെയ്ത് നിന്ന് കണ്ടു വന്നിട്ട് പോലും അവൾ യാതൊരു മാറ്റവും ഉണ്ടായില്ല. മുൻപ് അബദ്ധത്തിൽ പോലും ഏതെങ്കിലും പെൺകുട്ടിയെ ഞാനൊന്ന് നോക്കിയാൽ കുശുമ്പ് കുത്തുന്ന പഴയ സാരു അല്ല അവളിന്ന്. എന്നെ അവൾ നോക്കുന്ന ഓരോ നോട്ടവും എന്നെ കത്തിക്കാൻ പാകത്തിനുള്ള തീ പാറിക്കുന്ന നോട്ടമാണ്. വിതുമ്പലോടെ പറയുന്ന അവനെ മനു നിറകണ്ണുകളോടെ നോക്കി നിന്നു. എന്തു പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുമെന്ന് പോലും അറിയാതെ നിർവികാരനായി നോക്കി നിന്നു. ചതിയിൽ പെട്ടുപോയ 2 പേരാണ് തൻ്റെ മുന്നിൽ നീറി ജീവിക്കുന്നത് എന്ന് അവൻ വേദനയോടെ ഓർത്തുപോയി. ദൂരെ നിന്നും സാരംഗി വരുന്നത് കണ്ട അച്ചു കണ്ണുകൾ തുടച്ച് ഗൗരവത്തിൻ്റെ മൂടുപടം അണിഞ്ഞു. എന്താണപ്പോൾ മാഡത്തിന് എഴുന്നള്ളാൻ എത്ര താമസം? അവളെ നോക്കി ചിറഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു. 10 വർഷത്തെ ഫയലെടുത്ത് ഒന്നിച്ചെടുത്ത് തരുമ്പോൾ ആലോചിക്കണം ലേറ്റാകുമെന്ന്. ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ കാത്തു നിൽക്കാൻ. ഈ സാരംഗിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. അതും പറഞ്ഞ് അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി. ഉടൻ ഒരു അടി നടക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടും അടി കൊണ്ടെങ്കിലും 2 പേരും ഒന്ന് അടുക്കട്ടെ എന്ന് വിചാരിച്ച് മനു പതുക്കെ അവിടുന്ന് വലിഞ്ഞു. അപ്പോഴാണ് അലങ്കൃത അവിടുന്ന് ഇറങ്ങി വരുന്നത് അവൻ കണ്ടത്. തേടിയ വള്ളി കാലിൽ ചുറ്റി. അവൻ ഉടനെ ഗൗരവത്തിൽ അവിടുന്ന് തിരിഞ്ഞു നിന്നു. അവൾ അടുത്തെത്തിയതും അറിയാത്ത പോലെ തിരിഞ്ഞു. ഫോൺ നോക്കി കൊണ്ടുവന്നതുകൊണ്ട് അവൻ നിന്നത് കണ്ടില്ല. പെട്ടെന്ന് അവൾ അവനുമായി കൂട്ടിയിടിച്ചു. താഴേക്ക് വീഴാൻ തുടങ്ങിയ അവളെ അവൻ വീഴാതെ അരക്കെട്ടിൽ പിടിച്ചു നിർത്തി. പക്ഷെ ബാലൻസ് തെറ്റി രണ്ടും ദേ കിടക്കുന്നു താഴെ. അല്ലുവിൻ്റെ മുകളിലായാണ് മനു വന്നു വീണത്. അവളുടെ തല തറയിൽ മുട്ടാതെ അവൻ്റെ കൈത്തണ്ട അവളുടെ പിൻതലയിൽ ആവരണം പോലെ അവൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ അവളിൽ മുഴുവൻ ഓടി നടന്നു. അവൾ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചിട്ടുണ്ട്. അവൻ അവളുടെ കിടപ്പ് കണ്ട് ചിരി വന്നു. ഏയ്, ആർ യു ഓക്കെ? അവൻ്റെ സ്വരം അവളുടെ കാതുകളിലെത്തിയതും അവൾ പെട്ടെന്ന് കണ്ണു തുറന്ന് അവനെ നോക്കി. അവളുടെ ഉയരുന്ന നെഞ്ചിടിപ്പ് അവന് കേൾക്കാമായിരുന്നു. വിറയ്ക്കുന്ന ചുണ്ടുകളും പിടയ്ക്കുന്ന കണ്ണുകളും അവൻ ലാടത്തിൽ മറ്റെന്തൊക്കെയോ വികാരം നിറയ്ക്കാൻ തുടങ്ങിയതും അവൻ പെട്ടെന്ന് അവളിൽ നിന്നും അടർന്നു മാറി. അവൾക്ക് എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലായതും അവൻ അവൾക്ക് നേരെ കൈനീട്ടി. സോറി സർ, ഞാൻ കാരണം വീണ്ടും സാറിന് ബുദ്ധിമുട്ടായില്ലേ? അവനെ നോക്കി തല കുനിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ കൈ കെട്ടിക്കൊണ്ട് അവളെ നോക്കി നിന്നു. അതെ, താൻ വലിയ പ്രശ്നം തന്നെയാണ്. രാവിലെയും അതെ, ഇപ്പോഴും അതെ. അവൾ തല കുനിച്ചു തന്നെ നിന്നു. ഡോ, ഇങ്ങോട്ട് നോക്കി. അവൾ മുഖമുയർത്തി അവനെ നോക്കി. എന്തൊരു തൊട്ടാവാടി അടുത്തവൻ. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. തെറ്റ് തൻ്റെ ഭാഗത്തല്ല, എൻ്റെ ഭാഗത്തും ഉണ്ട്. അതെ, നേരെ ഉത്തരായി പോകുന്നില്ലേ? പോകണം. ഞാൻ പൊക്കോട്ടെ? എങ്ങനെ പോകും? 2 വീലർ ഉണ്ടോ? ഇല്ല സർ,
ബസ്സിൽ? ഈ നേരത്തോ? ഇവിടെ സേഫല്ല. വീട്ടിൽ നിന്ന് ആരും വരില്ലേ? ഇല്ല, ഞാൻ ഞാൻ ഹോസ്റ്റലിലാണ്. അവൾ വിക്കി വിക്കി പറയുന്നത് കേട്ട് അവന് സംശയം തോന്നി. ഓക്കെ, ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടാക്കാം, താൻ വാ. വേണ്ട, ഞാൻ പൊക്കോളാം. സാറ് ബുദ്ധിമുട്ടണ്ട. എന്ത് ബുദ്ധിമുട്ട്? താൻ്റെ കൊളീ കാണും, അതുകൊണ്ട് തന്നെ കൊണ്ടാക്കിയെന്ന് വിചാരിച്ചാൽ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതും പറഞ്ഞ് അവൻ കാറിൽ കയറിയിരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടു. എന്നിട്ടും താളം തുള്ളി നിൽക്കുന്ന അവളെ നോക്കി അവൻ ചീറി. വന്ന് കയറടി, ഇനി ഞാൻ എടുത്തു കയറ്റണോ? അവൻ ഇന്ന് ടെററായതും അവളൊരു പൂച്ചക്കുട്ടിയെപ്പോലെ പതുങ്ങി വന്ന് ഫ്രണ്ടിൽ കയറി. കാരണം അവൻ തുറന്നു കൊടുത്തത് കോ ഡ്രൈവർ സീറ്റായിരുന്നു. അവൾ നിവൃത്തിയില്ലാതെ അവിടെ ഇരുന്നു. അവനൊന്ന് ചിറഞ്ഞു നോക്കിയതും അവൾ പെട്ടെന്ന് ഡോർ അടച്ചു. എന്നിട്ടും അവൻ നോട്ടം മാറ്റുന്നില്ല എന്ന് കണ്ടതും അവൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി. അവനൊന്ന് ആഞ്ഞു ചാഞ്ഞുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു. അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടിയതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകൾ കാണെ അവൻ അവളോട് വല്ലാത്ത പ്രണയം തോന്നി. വഴി പറഞ്ഞു തരണം കേട്ടോ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. അവൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവനെ നോക്കി തലയാട്ടി. അതുകണ്ട് അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി നിറഞ്ഞു. തൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചിരിക്കുന്ന അവൻ്റെ കയ്യിലേക്ക് അവൾ ദേഷ്യത്തോടെ നോക്കി. കൈയെടുക്ക്. അവനെ നോക്കി ദേഷ്യത്തോടെ സാരു പറഞ്ഞു. അവൻ പെട്ടെന്ന് തന്നെ കൈവിട്ടു. എന്നോട് ക്ഷമിക്കൂ. അവൾ പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. പ്ലീസ് ഒന്ന് വന്ന് കയറ്, അവളെ നോക്കി അവൻ ദയനീയമായി പറഞ്ഞു. അവളുടെ മനസ്സിൽ മല്ലികയുടെ മുഖം ഓർമ്മ വന്നതും അവൾ കണ്ണടച്ച് ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ ഡോർ തുറന്ന് കാറിൽ കയറി. അവനൊരിളം ചിരിയോടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. മുന്നോട്ട് പോകുന്തോറും അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. ആരും ഒന്നും മിണ്ടാതെ വിരസതയാർന്ന ഒരു യാത്ര. ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ അവൻ കാർ നിർത്തി. പുറത്തേക്കിറങ്ങി അവിടുന്ന് എന്തോ വാങ്ങി തിരിഞ്ഞു വന്ന് കയറാൻ തുടങ്ങിയതും ഒരു ബൈക്ക് എവിടുന്നോ ചീറിപ്പാഞ്ഞു വന്ന് അവനെ ചെറുതായി ഒന്ന് മുട്ടിയില്ല എന്ന രീതിയിൽ പാഞ്ഞുപോയി. അവനൊന്ന് പിന്നിലേക്ക് വേച്ച് വീണുപോയി. അച്ചേട്ടാ! കാറിൽ നിന്നും ഓടിയിറങ്ങി അവൾ അവനരികിലേക്ക് കുതിച്ചു വന്നു. ചേട്ടാ, എന്താ വല്ലതും പറ്റിയോ? അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൾ ആകുലതയോടെ അവനെ നോക്കി ചോദിച്ചു. അപ്പോഴും അവൻ അവളുടെ അച്ചേട്ട എന്ന വിളിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രാണന്റെ നാവിൽ നിന്നും അങ്ങനെ കേൾക്കാൻ കഴിഞ്ഞതിൽ അവൻ്റെ കണ്ണിൽ നിന്നും സന്തോഷത്തിൻ്റെ നീർമണികൾ തുളുമ്പി വന്നു. ഏതോ ഒരു ഓർമ്മയിൽ അവൾ അവൻ്റെ ചുമലിൽ നിന്നും കൈകൾ പിൻവലിച്ചുകൊണ്ട് കുറച്ചു നീങ്ങി നിന്നു. ഇത്രയും നേരം ആദ്യം നിറഞ്ഞ മുഖത്ത് പെട്ടെന്ന് ഗൗരവം നിറഞ്ഞത് അവൻ വേദനയോടെ നോക്കി നിന്നു. തും ടീക്കോ? അവൾ പെട്ടെന്ന് ചോദിച്ചതും അവൻ കണ്ണു കൂർപ്പിച്ചു നോക്കിയതും അവൾ നാവ് കടിച്ചുകൊണ്ട് നിന്നു. കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല. എന്നാൽ പോവാം. ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? വയ്യെങ്കിൽ ഞാൻ ചെയ്യാം. അവൻ തലകുലുക്കി സമ്മതിച്ചു. അവൾ പെട്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. അവൻ ചുമലിൽ പിടിച്ചുകൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിലും കയറിയിരുന്നു. മതി, എനിക്ക് ഇത്രയും മതി സാരു. നിന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഉണ്ടെന്ന തെളിവ് നീ എനിക്ക് തന്നു കഴിഞ്ഞു. നിന്റെ സ്നേഹം എനിക്ക് തിരിച്ചു വേണം. ഇനി വിധിക്കും തോൽപ്പിക്കാനാവാതെ നമുക്ക് പ്രണയിക്കണം. സാരു പഴയതിലും ശക്തിയായി. അവളെ നോക്കി മനസ്സിൽ അവൻ്റെ പ്രണയത്തെ വീണ്ടും ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയായിരുന്നു അവൻ.